തലാസീമിയ രോഗം നൽകിയ ശാരീരിക അവശതകളെ മനഃശക്തി കൊണ്ട് നേരിട്ട ഡോക്ടർമാരായ 2 പേരെ പരിചയപ്പെടാം. കോഴിക്കോട് കാർപ്പറമ്പ് സ്വദേശി നവ്യയും തിരുവനന്തപുരം സ്വദേശി ആകാശ് കുമാറും. തലാസീമിയ രോഗികൾക്കായി എന്തെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ഡോക്ടേഴ്സായത്. ചെറിയ കുട്ടികളായിരുന്നപ്പോഴേ തലാസീമിയ രോഗം സ്ഥിരീകരിച്ചതാണ് നവ്യയ്ക്കും ആകാശ് കുമാറിനും. രക്തം കുറഞ്ഞു പോകുന്ന രോഗം. 2 ആഴ്ച കൂടുമ്പോൾ രക്തം ആവശ്യമാണ്. കൃത്യസമയത്ത് രക്തവും മരുന്നും ലഭ്യമായിട്ടില്ലെങ്കിൽ ക്ഷീണം ശരീരത്തെ ബാധിക്കും. ഇത്തരം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്താണ് ഇവർ 2 പേരും ഡോക്ടർമാരായത്. നവ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. ഫിസിക്കലി ക്ഷീണിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലായാലും ആ ഒരു കാഷ്വാലിറ്റി മുതൽ വാർഡ് വരെ നടക്കണമെങ്കിൽ പോലും ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ വരാറുണ്ട്. പക്ഷെ അപ്പോൾ വിചാരിക്കും സാരമില്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് സ്വയം പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. പാലക്കാട് മെഡിക്കൽ കോളേജിലായിരുന്നു ആകാശ് കുമാറിന്റെ MBBS. പഠനത്തിനിടെ പലതവണ രോഗം പ്രതിസന്ധി സൃഷ്ടിച്ചു. ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ നമുക്ക് രാത്രി പകലൊക്കെ മാറി നമുക്ക് 24 മണിക്കൂർ 36 മണിക്കൂർ അങ്ങനെ 12 അടുപ്പിച്ച് നമ്മൾ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും സമയം കിട്ടാറുണ്ടാറില്ല. പിന്നെ എല്ലാ മാസവും കറക്റ്റ് സമയത്ത് നമുക്ക് ബ്ലഡ് അടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമുക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത ചില പോസ്റ്റിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബ്ലഡ് അടയ്ക്കുന്നത് തീയതി ഒന്ന് കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പലതവണയും ശസ്ത്രക്രിയയായിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കുഴഞ്ഞ് വീണിട്ടുണ്ട്. തലാസീമിയ ദിനത്തിൽ ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കേരള കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ചാണ് ഇവർ തമ്മിൽ കാണുന്നത്. തലാസീമിയ രോഗികൾക്കിടയിലെ ആദ്യ ഡോക്ടർമാരായതിനാൽ ഇവരെ ആദരിക്കുകയും ചെയ്തു. തലാസീമിയ രോഗികൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. അതുകൊണ്ടുതന്നെ രോഗം നൽകുന്ന പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ടു പോകാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് 2 പേരും. ഷിജു ചവറയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.